യു.പിയിൽ ബി.ജെ.പി നേടിയത് ഒരു വമ്പൻ ജയം എന്ന് തന്നെ പറയേണ്ടി വരും. സമാജ്വാദി പാർട്ടിയിലെ തർക്കങ്ങൾ മുതലെടുത്തുകൊണ്ട് സമർത്ഥമായി ബി.ജെ.പി നടത്തിയ നീക്കം, അതിൽ ബി.ജെ.പി വിജയിച്ചിരിക്കുന്നു. അവിടെയും രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പായിരുന്നു. 10 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. 37 പ്രാഥമിക, അതായത് ഫസ്റ്റ് വോട്ട് വേണം ഒരു രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ. അങ്ങനെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് 7 സ്ഥാനാർത്ഥികളെ മാത്രമേ ജയിപ്പിക്കാൻ കഴിയൂ. സമാജ്വാദി പാർട്ടിക്ക് 3 സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കഴിയും. പക്ഷേ ബി.ജെ.പി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കൂടി അധികം നിർത്തിയിരുന്നു, 8 സ്ഥാനാർത്ഥി. സമാജ്വാദി പാർട്ടി അവരുടെ 3 സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. പക്ഷേ വോട്ടെണ്ണി ഫലം പുറത്തു വരുമ്പോൾ ബി.ജെ.പിയുടെ 8 സ്ഥാനാർത്ഥികൾ ജയിച്ചു. സമാജ്വാദി പാർട്ടിക്ക് ജയിപ്പിക്കാൻ കഴിയുമായിരുന്ന 3 സ്ഥാനാർത്ഥികൾ 2 പേർ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇതോടുകൂടി തന്നെ സമാജ്വാദി പാർട്ടി ഈ എം.എൽ.എമാരെ പുറത്താക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു. ഈ എം.എൽ.എമാർ 7 എം.എൽ.എമാരാണ് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ഈ ക്രോസ് വോട്ട് ചെയ്തത്. ഈ 7 എം.എൽ.എമാരും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി യോഗി ആദിത്യനാഥിനെ കണ്ടു എന്നാണ് പുറത്ത് വരുന്ന വിവരം. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. റായ്ബറയിൽ നിന്നുള്ള എം.എൽ.എ, കോൺഗ്രസിൻ്റെ എം.എൽ.എ ആണ്, റായ്ബറയിൽ നിന്നുള്ള എം.എൽ.എ, ആ എം.എൽ.എ തൽസ്ഥാനങ്ങളെല്ലാം രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹവും ബി.ജെ.പിയിലേക്ക് ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇനി ഒരു രാജ്യസഭാ സീറ്റിൻ്റെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ആ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഈ മനോജ് പാണ്ഡെ എന്ന് പറയുന്ന ഈ എം.എൽ.എ ഉയർത്തിക്കാണിക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. ഏതായാലും ബി.ജെ.പിക്ക് ഒരു ബദലായി ഉയർന്നു വന്ന, അല്ലെങ്കിൽ ബി.ജെ.പി തകർക്കുമെന്ന് പറഞ്ഞ് നടന്ന അഖിലേഷ് യാദവിൻ്റെ പാർട്ടി ഇപ്പോൾ വലിയ തകർച്ചയും സംഘർഷത്തെയും നേരിടുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.